ഹായ്, ചക്രു സ്റ്റോറീസിലെ നിങ്ങൾ കാത്തിരുന്ന ശ്രീ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കും. ഞാൻ സാധാരണ എപ്പിസോഡുകൾ വളരെ ചുരുക്കി അത്യാവശ്യ കാര്യം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എന്നാൽ ഇത് എത്രത്തോളം നീണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. അത്രത്തോളം പറയാനുണ്ട്. माता वैष्णो देवी कक्षा तक जाने वाली हिमसागर एक्सप्रेस केलान जंक्शन കന്യാകുമാരി മുതൽ കട്ര വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഹിമസാഗർ എന്ന പുണ്യസ്പർശമുള്ള ട്രെയിനിൽ 25/4/25 കൊല്ലത്ത് നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹിമസാഗർ എക്സ്പ്രസിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. എങ്കിലും നമ്മുടെ പ്രധാന വിഷയം കട്രയിലെ ശ്രീമാത വൈഷ്ണോ ദേവി ക്ഷേത്രത്തെക്കുറിച്ച് ആയിരുന്നാൽ തൽക്കാലം ക്ഷേത്രത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇന്ത്യയിൽ തിരുപ്പതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ക്ഷേത്രമാണ്. ക്ഷേത്ര ദർശനം കൊണ്ട് ഒരു ആയുസിന്റെ ജന്മപുണ്യം ലഭിക്കുന്ന ഒരിടം, അതാണ് ശ്രീമാത വൈഷ്ണോ ദേവി ക്ഷേത്രം. ഋഗ്വേദത്തിൽ പരാമർശമുള്ള ക്ഷേത്രം കൂടിയാണ്. ദേവിയുടെ കഥ എന്താണെന്ന് അറിയേണ്ട നിങ്ങൾക്ക് അത് കേട്ടിട്ട് പോകുമ്പോഴാണ് മനസ്സിന് കൂടുതൽ ആനന്ദം ലഭിക്കുന്നത്. കുഞ്ഞുങ്ങളിലേറുന്ന രത്നാസാഗറിനും സമൃദ്ധി ദേവിക്കും മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ദേവിമാരെ പ്രാർത്ഥിച്ചെത്തിയ പെൺകുഞ്ഞിന് വിഷ്ണു ഭക്തരായ അവർ വൈഷ്ണവി എന്ന് നാമകരണം. 9ാം വയസ്സിൽ തന്നെ സകല വിദ്യകളും പഠിച്ച വൈഷ്ണവി ദേവി വിഷ്ണുവിൽ ലയിക്കുവാനായി രാമേശ്വരത്ത് കുടില് കെട്ടി ധ്യാനം തുടങ്ങി. ഈ സമയം സീതാദേവിയെ രക്ഷിക്കാനായി ലങ്കയിലേക്ക് പോകുന്ന ശ്രീരാമൻ ദേവിയെ കാണുകയുണ്ടായി. ശ്രീരാമനെ കണ്ടതും ദേവി തന്റെ ആഗ്രഹം പറഞ്ഞു. അത് കേട്ട വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ പറഞ്ഞു, ഞാനിനി ഒരു തവണ കൂടി ഇവിടെ വരും. അപ്പോൾ എന്റെ മനസ്സിലായാൽ ദേവിയുടെ ആഗ്രഹം നടത്തിത്തരാം എന്നും പറഞ്ഞു. ലങ്കാ വിജയമൊക്കെ കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമന് വൈഷ്ണവി ദേവിയോട് പറഞ്ഞ കാര്യം ഓർമ്മയിൽ വരികയും ഒരു വൃദ്ധന്റെ വേഷത്തിൽ എത്തുകയും ചെയ്തു. ദേവിക്ക് പക്ഷേ ശ്രീരാമനെ മനസ്സിലായില്ല. ഒടുവിൽ തിരികെ പോകാൻ നിന്ന ശ്രീരാമൻ ദേവിയോട് പറഞ്ഞു, നിന്റെ ആഗ്രഹ സബലീകരണത്തിനായി ജമ്മുവിലെ ത്രികുടക്കുന്നുകളിൽ പോയി ധ്യാനിക്കാൻ പറഞ്ഞു. കലിയുഗത്തിൽ കൽക്കിയായി പിറവിയെടുക്കുമ്പോൾ തന്നിൽ വിലയം പ്രാപിക്കാമെന്ന് വാക്കും നൽകി ശ്രീരാമൻ. വിഷ്ണുവിൽ വിലയം പ്രാപിക്കണമെന്ന് ആഗ്രഹ പൂർത്തീകരണത്തിനായി അതികഠിനമായ തപസ് ജമ്മുവിലെ ത്രികുട പർവ്വതത്തിൽ ദേവി ആരംഭിച്ചു. മറ്റൊരിടത്ത് ഗോരഖ്നാഥ് എന്ന മുനിവര്യനേക്കാൾ വളരെയധികം വിഷ്ണു ഭക്തയായ വൈഷ്ണവി ദേവി ത്രികുടക്കുന്നുകളെ തപസ് ചെയ്യുന്നു എന്ന് സ്വപ്ന ദർശനത്തിലെത്തി ശ്രീരാമൻ അരുളി ചെയ്തു. ഗോരഖ്നാഥിന്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവനായ ഭൈരവനാഥിനെ ദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നിർദ്ദേശിച്ചു. ദേവിയെ കണ്ട മാത്രയിൽ ദേവിയുടെ ആരാധനായി മാറിയ ഭൈരവനാഥന് ദേവിയോട് പ്രണയം തോന്നി. ദേവിയെ ശല്യം ചെയ്യാൻ തുടങ്ങി. ദേവി ഒടുവിൽ സഹിക്കവയ്യാതെ ഭൈരവനാഥിനെ ശൂലമെറിഞ്ഞ് ശിരച്ഛേദനം നടത്തി വധിച്ചു. വലിയ ശക്തിയുള്ള മഹർഷിയായ ഭൈരവനാഥ് ദേവിയോട് മാപ്പ് അപേക്ഷിച്ചു. ത്രികുട പർവ്വതത്തിൽ തന്നെ ദർശിക്കാൻ വരുന്ന ഭക്തർ ഭൈരവനാഥിനെയും ദർശിക്കാൻ എത്തുമെന്ന് ദേവി ഉറപ്പു നൽകി. ഇതാണ് ഐതിഹ്യം. ഇതിലും ചുരുക്കി പറയാൻ എനിക്ക് കഴിയില്ല. ഇപ്പോൾ ഒരു എപ്പിസോഡ് കാണാനുള്ള ഒരു ഊർജം, ഒരിഷ്ടം, ഒരു ഭക്തിയൊക്കെ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഹിമസാഗർ എക്സ്പ്രസിൽ നിന്ന് തുടങ്ങാം. ഞങ്ങളുടെ കുറെ കാത്തിരിപ്പിന് ശേഷം ഹിമസാഗർ എക്സ്പ്രസ് എന്ന പുണ്യ തീവണ്ടി വരികയാണ്. ഞാൻ പുണ്യ തീവണ്ടി എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് കൂകിപ്പായുന്ന പൈതൃക തീവണ്ടി എന്ന് പറയുന്നതിനപ്പുറം കന്യാകുമാരി ദേവിയുടെ പാദത്തിൽ നിന്ന് വൈഷ്ണവി ദേവിയുടെ സന്നിധിയിലേക്കുള്ള യാത്രയായതുകൊണ്ടാണ്. ട്രെയിനിൽ കയറി നമ്മൾ ഒരു സെൽഫി എടുത്തു. ട്രെയിൻ നീങ്ങിത്തുടങ്ങുമ്പോൾ ഹിമസാഗറിനെ കുറിച്ച് കുറെ കൂടി നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. ഹിമസാഗർ എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് വെള്ളിയാഴ്ച എടുത്ത് തിങ്കളാഴ്ച കത്രയിൽ എത്തിച്ചേരും. ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന 35ാമത്തെ ട്രെയിൻ സർവീസാണ്. ഇന്ത്യയിൽ 3ാമത്തെ. 1ാം സ്ഥാനം ദിബ്രുഗഡ് കന്യാകുമാരി എക്സ്പ്രസ്, 2ാം സ്ഥാനം അരോണൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ആസാമിലെ സിൽച്ചാർ വരെ പോകുന്ന എക്സ്പ്രസ് ആണ്. കൂടുതൽ ദൂരം ഓടുന്ന 3 ട്രെയിനുകളും തിരുവനന്തപുരം സ്പർശിച്ചാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് കേരളീയർക്ക് അഭിമാനിക്കാം. ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങൾ കടന്നാണ് ഹിമസാഗർ ജമ്മുവിൽ എത്തിച്ചേരുന്നത്. അവ ഇതൊക്കെയാണ്:
ഏകദേശം 40 വർഷത്തോളം പഴക്കമുണ്ട് ഈ ട്രെയിൻ സർവീസിന്. 1984 ഒക്ടോബർ 3 മുതൽ ഓടിത്തുടങ്ങിയതാണ് ഈ സർവീസ്. ഏകദേശം 68 മണിക്കൂറും 30 മിനിറ്റും കൊണ്ടാണ് 3790 കിലോമീറ്ററും 63 സ്റ്റേഷനും ഓടിയെത്തുന്ന ഈ പൈതൃക പുണ്യ ട്രെയിൻ. ശരിക്കും ഹിമസാഗർ എക്സ്പ്രസിനെ കുറിച്ച് ഒരു എപ്പിസോഡ് തന്നെ പറയാനുണ്ട്. ഇനി നമ്മൾക്ക് വൈഷ്ണോദേവി ടെമ്പിൾ കത്രയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഇതൊരു ഗുഹാക്ഷേത്രമാണ്. 98 അടി നീളമുണ്ട് ഈ ഗുഹയ്ക്ക്. 5200 അടി പൊക്കത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേവിയുടെ ക്ഷണമനുസരിച്ച് മാത്രമേ ഇവിടെ എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് വിശ്വാസം. എൻ്റെ അനുഭവത്തിലും അത് തന്നെയാണ്. എൻ്റെ 4ാമത്തെ ശ്രമത്തിലാണ് ഇവിടെ എത്തിച്ചേരാൻ എനിക്ക് കഴിഞ്ഞത്. ആദ്യത്തെ 3 തവണയും യാത്ര മുടങ്ങി. നിങ്ങൾ ഈ എപ്പിസോഡിൻ്റെ ആദ്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും. ഞാൻ ആദ്യം പോകാൻ തീരുമാനിച്ചത് 2019 ഫെബ്രുവരി 21. അപ്പോഴാണ് പുൽവാമ ആക്രമണം ഫെബ്രുവരി 14 നടക്കുന്നത്. അങ്ങനെ യാത്ര 2020 ജനുവരിയിലേക്ക് മാറ്റിവെച്ചു. അപ്പോൾ ട്രെയിൻ ക്യാൻസൽ ചെയ്ത് ഇന്ത്യൻ റെയിൽവേയും 2ാമത്തെ പണി 3ാമതും വിട്ടില്ല. മാർച്ചിലേക്ക് മാറ്റി. ട്രെയിനും റൂമും അടക്കം ബുക്ക് ചെയ്തു. അപ്പോഴാണ് കൊറോണ വ്യാപനം മൂലം ഇന്ത്യ ഒട്ടാകെ വീണ്ടും മുടങ്ങി. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം 2025 പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പഹൽഗാം ആക്രമണം. പാകിസ്ഥാൻ വീണ്ടും എൻ്റെ യാത്ര മുടക്കാൻ ശ്രമിച്ചു. കൂടെ വരാമെന്ന് പറഞ്ഞവരും പിന്മാറി. എന്നിട്ടും ഞാനും എൻ്റെ കുടുംബവും ദേവിയുടെ ക്ഷണമനുസരിച്ച് പോകാൻ തയ്യാറ്. ദേവി നമ്മൾക്ക് നന്നായി ദർശനവും തന്നു, നമ്മളെ അനുഗ്രഹിച്ചു. ഇത് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ദേവിയുടെ ക്ഷണം എന്നത് ചെറിയ കാര്യമല്ല. ഇനി നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള മുൻകൂട്ടി ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഫ്ലൈറ്റിൽ വരുന്നവർ ജമ്മു എയർപോർട്ടിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അവിടെ നിന്ന് ഏകദേശം 45 കിലോമീറ്ററാണ് ശ്രീമാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്ക്. ട്രെയിനിൽ വന്നാൽ കത്രയിൽ ഇറങ്ങാവുന്നതാണ്. അവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ നടന്ന ക്ഷേത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താവുന്നതാണ്. ക്ഷേത്ര ദർശനത്തിനായി എല്ലാവരും RFID കാർഡ് നിർബന്ധമായി എടുക്കേണ്ടതാണ്. ഈ ID കാർഡ് ഓൺലൈൻ വഴിയും എടുക്കാവുന്നതാണ്. കത്രയിൽ നിന്നാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിൽ നിന്നും എടുക്കാൻ കഴിയും. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് MaVaishnodevi.org എന്നാണ് ഈ സൈറ്റ്. ഇതിൽ നിന്ന് RFID, റൂം, പൂജ, പ്രസാദം, ഹെലികോപ്റ്റർ, ബാറ്ററി കാർ എന്നിവ ബുക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം 14 കിലോമീറ്റർ നടന്നാണ് ഈ ദർശനം സാധ്യമാണ്. താഴെ നിന്നാണെങ്കിൽ കുതിര സർവീസ് ലഭിക്കുന്നതാണ്. പിന്നെ ഡോളി സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഹെലികോപ്റ്റർ സംവിധാനവും. ഒരു 6 കിലോമീറ്ററോളം നടന്നാൽ ബാറ്ററി കാറും ലഭ്യമാണ്. ഇതെല്ലാം ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതാണ് ഉത്തമം. ഞാൻ ഫുള്ള് നടന്നാണ് പോയത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഒരു 6 കിലോമീറ്റർ നടന്നിട്ട് ബാക്കി ഒരു സൈഡ് ബാറ്ററി കാറിൽ പോകുന്നതായിരിക്കും നല്ലത്. ബാറ്ററി കാറിന് ഒരാൾക്ക് 450 രൂപയാണ് 2025 ഏപ്രിൽ 28 നേരിയ വ്യത്യാസം വരും, വർഷങ്ങളിൽ വരാവുന്നതാണ്. ഹെലികോപ്റ്ററിന് 1750 രൂപയാണ് ഒരാൾക്ക്. കുട്ടികൾക്കായിട്ടുള്ള തള്ളു വണ്ടിയുണ്ട്, അതിന് 700 രൂപയാണ് ചാർജ്. ഹെലികോപ്റ്റർ, ബാറ്ററി കാറ്, അതുപോലെ ദേവസ്വം ബോർഡിന്റെ റൂമൊക്കെ 60 ദിവസം ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ ദിവസം തന്നെ 90% ബുക്കാവുകയും ചെയ്യും. അതുകൊണ്ട് ജാഗ്രത. ബാറ്ററി കാറ് രാവിലെ 8 മുതൽ നൈറ്റ് 8 മണി വരെ സർവീസ് ഉള്ളൂ. ഹെലികോപ്റ്റർ സർവീസ് ഡേയിൽ മാത്രമേ ഉള്ളൂ. 5 മണി വരെ മാത്രം എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഹെലികോപ്റ്ററിൽ പോകാൻ നമ്മൾക്ക് മറ്റ് ചാൻസ് ലഭിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് ഇതൊരു അവസരമെന്ന് കരുതി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ഈ യാത്ര കഴിഞ്ഞാണ് മനസ്സിലാക്കിയത്, മിസ്സായി. അപ്പോൾ വൈഷ്ണവ് ദേവിയുടെ യാത്രാ പർച്ചി എടുത്തവർ മാത്രമേ നമ്മൾക്ക് ഏതിലായാലും ദർശനം സാധ്യമാകൂ. സ്വയംഭൂവായ ദേവിയുടെ കാൽപാദങ്ങൾ കഴുകുന്നത് വറ്റാത്ത നദിയായ ബാൻഗംഗയിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യ തീർത്ഥത്തിലാണ്. ഏകദേശം 1585 മീറ്റർ ഉയരത്തിലുള്ള ഈ ക്ഷേത്രം കത്രയിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെയുള്ള ത്രികുട കുന്നിലാണ്. ഈ കുന്നിനെ കുറിച്ച് ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്. ഈ ഗുഹയ്ക്ക് ഏകദേശം 1 ദശലക്ഷം വർഷം പഴക്കമുണ്ട്.
കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശപ്രകാരം അർജുനൻ പാണ്ഡവരുടെ വിജയത്തിനായി ദേവിയെ ആരാധിച്ചിരുന്നതായി പറയപ്പെടുന്നു. ശ്രീമാത വൈഷ്ണോദേവി ക്ഷേത്രം വൈഷ്ണോദേവി ഭവൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിനുള്ളിലെ ത്രികുട കുന്നുകളുടെ ചരിവുകളിൽ റിയാസിയിലെ ഖത്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പുണ്യക്ഷേത്രം. 1986 ആഗസ്റ്റ് മാസം മുതൽ ജമ്മു കാശ്മീർ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ശ്രീമാത വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡാണ് ക്ഷേത്രം നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രം ദർശിക്കാനെത്തുന്നത്. നവരാത്രി പോലുള്ള ആഘോഷവേളകളിൽ കാൽനടക്കാരുടെ എണ്ണം 10 ലക്ഷമായി ഉയരും. ഈ ക്ഷേത്രം ഹിന്ദുക്കൾക്കും സിഖുകൾക്കും ഒരുപോലെ പവിത്രം. സ്വാമി വിവേകാനന്ദനെ പോലുള്ള പല സന്യാസിമാരും ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുള്ളതാണ്. ക്ഷേത്രം ഭരിക്കാൻ ബോർഡ് അംഗങ്ങളെ നിയമിക്കുന്നത് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറാണ് ബോർഡിന്റെ തലവൻ. വൈഷ്ണോദേവിയുടെ യഥാർത്ഥ വാസസ്ഥലം ഖത്ര പട്ടണത്തിനും ഗുഹയ്ക്കുമിടയിലുള്ള അർദ്ധകുൻവാരി ആയിരുന്നുവെന്ന് ഹിന്ദു പുരാണങ്ങൾ പറയും. ത്രികുടക്കുന്നുകളിൽ ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്രം കൂടാതെ ഭൈരവ് ടെമ്പിൾ, അർദ്ധകുവാരി കേവ്, ശിവഗോരി കേവ് എന്നീ ക്ഷേത്രങ്ങളും ഉണ്ട്. 2022 ജനുവരി 1 കെട്ടിടത്തിന്റെ ഗേറ്റ് നമ്പർ 3 സമീപമുള്ള തിക്കിലും തിരക്കിലും പെട്ട് 12 പേർ കൊല്ലപ്പെടുകയും 16 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് 400 മീറ്റർ നീളമുള്ള കൃത്രിമമായ 2 ഗുഹകൾ നിർമ്മിച്ചത്. ഇതിലൂടെ വൈഷ്ണവദേവി സന്നിധിയിൽ എളുപ്പം എത്തിച്ചേരാം. 25 തീയതി കയറിയ ഞങ്ങൾ 28/4/25 ഖത്ര റെയിൽവേ സ്റ്റേഷനിൽ 11:30 എത്തിച്ചേർന്നത്. അവിടെ നിന്ന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഓട്ടോയിൽ നമ്മൾ ഹോട്ടലിൽ എത്തി. കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്ത് 3 മണിയോടുകൂടിയാണ് വൈഷ്ണവി ദേവിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ഇവിടെ എല്ലാ ഹോട്ടലുകാരും അവരുടെ വണ്ടിയിൽ തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കും. അതിനിടയിൽ RFID കാർഡിന്റെ ഫോട്ടോ എടുക്കാനും കുറച്ച് പൂജാ സാധനങ്ങൾ വാങ്ങാനും വണ്ടി നിർത്തും. തലയിൽ ഒരു ബാൻഡ് ഇതുപോലെ പിന്നെ ഒരു വടിയൊക്കെ വാങ്ങി 3:30 മല കയറാൻ ആരംഭിച്ചു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ പ്രീപെയ്ഡ് സിമ്മുകൾ ജമ്മുവിൽ ആക്റ്റീവ് ആകില്ല. പകരം നമ്മൾ ഇവിടെ നിന്ന് പോസ്റ്റ് പെയ്ഡ് സിമ്മുകൾ എടുക്കേണ്ടി വരും. നമ്മുടെ സിമ്മ് പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല. വഴിയുടെ തുടക്കം മുതൽ ഭക്ഷണശാലകളും ലഘുഭക്ഷണങ്ങളോട് കൂടിയ സ്റ്റാളുകളും ഉണ്ടായി. ഇടയ്ക്ക് കുടിവെള്ള പൈപ്പുകൾ, ചായക്കടകൾ എന്നിവയും കാണാം. വരുന്ന വഴിയിൽ ആദ്യ ഭാഗങ്ങളിൽ കാശ്മീരി ഡ്രസ്സ് ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്റ്റുഡിയോകളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 5 മണിക്കൂർ എടുത്തു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നമ്മൾ 1 മണിക്കൂർ നടന്ന് 10 മിനിറ്റ് വിശ്രമം എന്ന രീതിയിലാണ് മല കയറി. ഇവിടം വരെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നീട് എന്തൊക്കെയാണ് നടന്നതെന്ന് ഞാൻ പറയാം. വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള ചുരുക്കം ചില മലയാളികളിൽ ഒരു ഫാമിലിയാണ് എൻ്റേത്. അതിൽ ഞാൻ അതിയായി ആനന്ദം കണ്ടെത്തി. ഇനി കാണുന്ന കാഴ്ചകളും ആഡിയോയുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ഇതിനപ്പുറത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ചെരുപ്പും ബാഗും ഒക്കെ വെക്കാനായിട്ട് ഫ്രീ ആയിട്ട് നമുക്കൊരു കീ ലോക്കർ ഉണ്ട്. അതുപയോഗിച്ച് അവിടെ കാണുന്ന കബോർഡിൽ വെക്കാവുന്നതാണ്. നമ്മുടെ പേര്, സ്ഥലം, മൊബൈൽ നമ്പർ എന്നിവ മാത്രം പറഞ്ഞു. പിന്നെ മൊബൈൽ വെക്കാനായി ദുർഗാഭവന്റെ അടുത്ത് സ്ഥലമുണ്ട്. ചെരുപ്പ് വയ്ക്കുന്നിടത്ത് ഫോൺ വെക്കാൻ സമ്മതിക്കില്ല. വളരെ എളുപ്പത്തിൽ തന്നെയാണ് ക്യൂ നീങ്ങിക്കൊണ്ടിരുന്നത്. ഒരു ഹാളിൽ നിന്ന് ഒരു നിശ്ചിത ആൾക്കാരെ മാത്രമേ ഉള്ളിലേക്ക് കയറ്റൂ. ലെതർ ഉൽപ്പന്നങ്ങൾ അകത്ത് കൊണ്ടുപോകാൻ പാടില്ല. അതായത് വാച്ച്, പഴ്സ് പോലുള്ള. തേങ്ങ കാണിക്കയായി കൊണ്ടുപോകുന്നതാണ്. പോകുന്ന വഴിയിൽ ഒരു മണിയിൽ സ്പർശിക്കാൻ തിരക്ക് കൂട്ടുന്നത് കാണാം ആൾക്കാർ. 2 ഗുഹകളിൽ കൂടി മെയിൻ ഗുഹയിലെത്തി 3 ദേവിമാരുടെ പാദങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. വലതുവശത്ത് കറുത്ത നിറത്തിൽ കാണുന്നത് മഹാകാളി, മധ്യത്തിൽ മഞ്ഞ കലർന്ന ചുവപ്പ് നിറത്തിൽ കാണുന്നത് മഹാലക്ഷ്മി, ഇടതുവശത്തായി വെള്ള നിറത്തിൽ കാണുന്നത് മഹാസരസ്വതിയുമാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ ദേവിയുടെ പാദം കാണുമ്പോൾ പ്രാർത്ഥിക്കാൻ മറന്ന് നിന്നു പോകും. പക്ഷേ നമ്മളൊന്നും പ്രാർത്ഥിക്കേണ്ടതില്ല. ദേവി അറിഞ്ഞ് നമ്മളുടെ ആഗ്രഹം നടത്തിത്തരുമെന്നാണ് വിശ്വാസം. ദേവിക്ക് വാങ്ങിപ്പോയ വസ്ത്രം തിരികെ തരും. കമ്മലും വളയുമൊക്കെ പൂജാരികൾ എടുക്കും. ഗുഹയിലൂടെ പോകുമ്പോൾ ഒരാൾ നമ്മുടെ നെറ്റിയിൽ സിന്ദൂരക്കുറി അണിയിക്കും. എന്നല്ലാതെ നമ്മൾക്ക് വേറൊരു കുറികളോ പ്രസാദമോ ലഭിക്കുന്നതല്ല. ദേവിയുടെ പ്രസാദമായി ഒരു കോയിനും കൽക്കണ്ടവും എല്ലാ ഭക്തർക്കും ലഭിക്കും.
ഞങ്ങൾ 1.5 മണിക്കൂർ കൊണ്ട് ദർശനം പൂർത്തിയാക്കി. തിരികെ നമ്മൾ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു. 11:30 നടക്കാനായി. തിരികെ നടന്നിട്ടും തീരുന്നില്ല എന്നൊരു ഫീലുണ്ടായി. കാലും വേദനയൊക്കെ ആയി തുടങ്ങി. ഒരു ദിവസം 28 കിലോമീറ്റർ നടക്കാൻ സാധിക്കില്ല എന്ന നമ്മുടെ വിശ്വാസം വെറും വിശ്വാസമാണെന്ന് ദേവി നമ്മൾക്ക് കാണിച്ചു. ദേവി അതിനുള്ള ശക്തി തരും. 5:30 ഖത്രയിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരികെ RFID കൈമാറി വടിയും കൈമാറി ഹോട്ടലിലേക്ക് തിരിച്ചു. അന്ന് രാത്രി പുണ്യസ്ഥലമായ ഖത്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു. ജീവിതത്തിൽ നമ്മൾക്ക് ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം ദർശിക്കാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. ജയ് മാതാ.